നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ 3 ടെൻസിൽ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന രീതി പഠിച്ചു. സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്. സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരും, 4ാമത്തെ ടെൻസായ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന രീതി എങ്ങനെയായിരിക്കുമെന്ന്. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന ഒരു പ്രക്രിയ ഒരു പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും ഇല്ല. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ അങ്ങനെയൊന്നും സംഭവമില്ല എന്നർത്ഥം. അപ്പോൾ നമുക്ക് പോകേണ്ടത് സിമ്പിൾ പാസ്റ്റിലേക്കാണ്. എന്താണ് സിമ്പിൾ പാസ്റ്റ് എന്നാദ്യം ഒന്ന് മനസ്സിലാവും. സിമ്പിൾ പാസ്റ്റ് പ്രസൻറ്റ്, സിമ്പിൾ പ്രസൻറ്റിൽ നമ്മൾ പഠിച്ചത് ഡൂം ഡസും ആണ്. നമുക്കറിയുന്നതാണ് ഡു ഡസ് എന്നിവയാണ്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വേർബ് അഥവാ ഹെൽപ്പിംഗ് വേർബ് ഡിഡ് ആണ്. അപ്പം ഒരു ഓക്സിലറി വേർബ്, ഒരു ഹെൽപ്പിംഗ് വേർബ് മാത്രമേ ഉള്ളൂ, ഡിഡ് മാത്രം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്നത് ഒരു ട്രാൻസിറ്റീവ് വേർബ് ആക്റ്റീവ് നിന്ന് പാസീവിലേക്ക് മാറ്റി പഠിക്കാം. സോ വി ആർ ട്രൈങ് ടു ചേഞ്ച് എ ട്രാൻസിറ്റീവ് സെൻറ്റൻസ് ഇൻ ടു ഫ്രം ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ് നമുക്ക് പഠിക്കാം. She arranged a great party. ടൈം വേർഡ് വേണം. എസ്റ്റർഡേ എന്നോ ഡേ ബിഫോർ എസ്റ്റർഡേ എന്നോ കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു ദിവസമോ ഒക്കെ സൂചിപ്പിക്കാം. ഷീ അറേഞ്ച്ഡ് എ ഗ്രേറ്റ് പാർട്ടി എന്ന് പറയുന്നത് അറേഞ്ച് എന്നുള്ള വേർബിനോട് ഡിഡ് ചേർക്കുമ്പോഴാണ് അറേഞ്ച്ഡ് വരുന്നത്. ഷീ അറേഞ്ച്ഡ് എ ഗ്രേറ്റ് പാർട്ടി. സ്വാഭാവികമായിട്ടും എസ് എന്നുള്ളത് സബ്ജക്റ്റ് എന്നുള്ളത് ഷീ ആണ്. അറേഞ്ച്ഡ് എന്നുള്ളത് വേർബും എ ഗ്രേറ്റ് പാർട്ടി എന്നുള്ളത് ഒബ്ജക്റ്റുമാണ്. SVO പാറ്റേണിലുള്ള ഈ സെൻറ്റൻസ് നമ്മൾ ഇതിൽ ആക്റ്റീവ് വോയിസ് നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റുകയാണ്. അപ്പം SVO പാറ്റേണിലുള്ള സെൻറ്റൻസ് ആക്റ്റീവ് നിന്ന് പാസീവിലേക്ക് മാറ്റുമ്പോൾ OVS പാറ്റേണിലേക്കാണ് പോകുന്നത്. എ ഗ്രേറ്റ് പാർട്ടി എന്നുള്ളത് ഒബ്ജക്റ്റാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആക്റ്റീവ് വോയിസിലേക്ക് മാറ്റിയപ്പോൾ ഡിഡും ഡൂം ഈസും ഏമും ആറും ആയതുപോലെ ഇത് ഡിഡ് എന്നുള്ളത് വാസ് എന്നോ വേർ എന്നുള്ള ഓക്സിലറി വേർബ് ഹെൽപ്പിംഗ് വേർബിലേക്ക് മാറുന്നു. എ ഗ്രേറ്റ് പാർട്ടി വാസ് മൂന്നാമത്തെ ഫോം തന്നെയാണ്. അറേഞ്ച്ഡ് ബൈ വാസ് അറേഞ്ച്ഡ് മൂന്നാമത്തെ ഫോമാണ്. അറേഞ്ച്ഡ് ബൈ her. A great party was arranged by her. നമ്മൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിയായെങ്കിലും നല്ലൊരു പാർട്ടി അവൾ സംഘടിപ്പിച്ചു. അവളൊരു നല്ലൊരു പാർട്ടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഒരു നല്ലൊരു പാർട്ടി അവളാൽ സംഘടിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ആ രീതിയാണ് നമ്മൾ പറയുന്നത്. എ ഗ്രേറ്റ് പാർട്ടി വാസ് അറേഞ്ച്ഡ് ബൈ ഹർ. അപ്പോൾ ഇത് SVO പാറ്റേണിലാണെങ്കിൽ ഇത് OVS പാറ്റേണിലാണ്. ഇത് തന്നെയാണ് എല്ലാ ആക്റ്റീവ് വോയിസിൻ്റെയും എല്ലാ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോഴുണ്ടാവുന്ന ഒരു സാധാരണഗതിയിലുള്ള പാറ്റേൺ. SVO പാറ്റേണിൽ നിന്ന് OVS പാറ്റേണിലേക്ക് മാറ്റപ്പെടുന്നു. SVO പാറ്റേണിൽ നിന്ന് OVS പാറ്റേണിലേക്ക് മാറ്റുന്നു. ദാറ്റ്സ് കോൾഡ് active voice into passive voice. Change the active voice into passive എന്നാണ് ചോദ്യം. അപ്പം അത് SVO പാറ്റേൺ നിന്ന് OVS പാറ്റേണിലേക്ക് മാറ്റുന്നു. ഇതാണ് കാര്യങ്ങൾ. അപ്പം എ ഗ്രേറ്റ് പാർട്ടി വാസ് അറേഞ്ച്ഡ് ബൈ ഹർ ആൻഡ് ഷീ അറേഞ്ച്ഡ് എ ഗ്രേറ്റ് പാർട്ടി എന്നുള്ളത് എ ഗ്രേറ്റ് പാർട്ടി വാസ് അറേഞ്ച്ഡ് ബൈ ഹർ എന്നുള്ള രീതിയിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഓക്സിലറി വേർബ് ഡിഡ് ആണെങ്കിലും ഡിഡ് നമ്മുടെ പുറത്തേക്ക് കാണിക്കുന്നില്ല. അറേഞ്ച് എന്നുള്ള വേർബിൻ്റെ കൂടെ നമ്മൾ ഡിഡ് ചേർക്കുമ്പോൾ അറേഞ്ച്ഡ് ആയി വരികയാണ്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം. ഏതെങ്കിലും ഒരു പേര് മനോഹരൻ
മനോഹരൻ constructed a building. മനോഹരൻ കൺസ്ട്രക്റ്റഡ് എ ബിൽഡിംഗ് എന്നാണ്. മനോഹരൻ ഒരു ബിൽഡിംഗ്, ഒരു കെട്ടിടം ഉണ്ടാക്കി എന്നാണ് അതിൻ്റെ മലയാളം. മനോഹരൻ എന്നുള്ളത് സബ്ജക്റ്റും കൺസ്ട്രക്റ്റഡ് എന്നുള്ളത് വേർബും എ ബിൽഡിംഗ് എന്നുള്ളത് ഓബ്ജക്റ്റുമാണ്. SVO പാറ്റേണിൽ നിന്നാണ് ഈ സെൻറ്റൻസ് എഴുതി. SVO പാറ്റേണിലാണ് ഈ സെൻറ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ എ ബിൽഡിംഗ് എന്നുള്ളത് ഓബ്ജക്റ്റ് ആണ്. എ ബിൽഡിംഗ് സിംഗുലർ ആയതുകൊണ്ട് വാസ് കൺസ്ട്രക്റ്റഡ് ബൈ മനോഹരൻ. കൺസ്ട്രക്റ്റഡ് എന്ന് പറഞ്ഞു നിർത്തിയാൽ കുഴപ്പമില്ല, കാരണം മനോഹരൻ എന്നുള്ള ഏജന്റിന് അവിടെ പ്രാധാന്യമില്ല എന്നർത്ഥം. ബൈ മനോഹരൻ. സോ എ ബിൽഡിങ്ങിന് പകരമായിട്ട് പ്ലൂരൽ ആണ് വരുന്നതെങ്കിൽ, ഉദാഹരണമായിട്ട് 2 ബിൽഡിങ്സ് എന്നാണെങ്കിൽ ഇവിടെയും 2 ബിൽഡിങ്സ് ആണ് വരിക. 2 ബിൽഡിങ്സ്. വേഴ്സിന് പകരം വേർ ഉപയോഗിക്കുന്നു. 2 ബിൽഡിങ്സ് വേർ കൺസ്ട്രക്റ്റഡ് ബൈ മനോഹരൻ. അപ്പോൾ വേർ വന്നത് ഈ ഓബ്ജക്റ്റിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചാണ്. ഈ ഓബ്ജക്റ്റ് നമ്മൾ എന്താവുന്നു, പ്ലൂരൽ ആവുമ്പോൾ ഇവിടെയും പ്ലൂരൽ ആവുന്നു. അത് OVS പാറ്റേണിൽ മാറ്റുന്ന രീതിയിൽ എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയും ഉദാഹരണങ്ങൾ പഠിക്കും. She looked me എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ആണ്, നമുക്കറിയുന്നതാണ്. ഷീ എന്നുള്ളത് സബ്ജക്റ്റും ലുക്ഡ് എന്നുള്ളത് വേർബും മീ എന്നുള്ളത് ഓബ്ജക്റ്റുമാണ്. SVO പാറ്റേണിലുള്ള ഈ സെന്റൻസ് നമ്മൾ OBS പാറ്റേണിൽ മാറ്റാണ്. ഷീ ലുക്ഡ് മീ, അവൾ എന്നെ നോക്കി എന്നാണ്. അവൾ എന്നെ നോക്കി. അതുപോലെ അത് അവൾ എന്നെ നോക്കി എന്നുള്ള ഞാൻ അവളാൽ നോക്കപ്പെട്ടു എന്നിലേക്കാണ് വരുന്നത്. ഞാൻ അവളാൽ നോക്കപ്പെട്ടു. SVO പാറ്റേൺ. അപ്പോൾ ഇവിടെ ഓബ്ജക്റ്റ് ഇങ്ങോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഐയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുക വാസ് ആണ്. ഐ വാസ് ലുക്ഡ് ബൈ ഹർ. ഐ വാസ് ലുക്ഡ് ബൈ ഹർ. അപ്പോൾ ഓബ്ജക്റ്റ് ആണ്, ഇത് ഓബ്ജക്റ്റ് ആണ്. ഐ എന്നുള്ള ഓബ്ജക്റ്റ് ആണ്, ഇത് വേർബാണ്, ഇത് ബൈ ഹർ എന്നുള്ളത് സബ്ജക്റ്റുമാണ്. SVO പാറ്റേണിലുള്ള ഒരു സെന്റൻസ് OVS പാറ്റേണിലേക്ക് മാറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. ഷി വാസ് ടോൾഡ് എ സ്റ്റോറി. അയാളോട് ആരോ ഒരാൾ കഥ പറഞ്ഞു എന്നാണ് അർത്ഥം. അവളോട് ആരോ ഒരാൾ കഥ പറഞ്ഞു. ഷി വാസ് ടോൾഡ് എ സ്റ്റോറി. അവളോട് ആരോ ഒരാൾ കഥ പറഞ്ഞു. ആരാന്ന് പറയുന്നില്ല. അത് നമ്മൾ ഇംഗ്ലീഷിൽ അത്ര പ്രാധാന്യമുള്ള കാര്യമല്ല. നമ്മൾ ആര് പറഞ്ഞു എന്നുള്ളത്, ബൈ ഏജന്റ് എന്ന്, ബൈ സബ്ജക്റ്റ് എന്നുള്ളത് അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു കാര്യമല്ല. അവളോട് ഷി വാസ് ടോൾഡ് എ സ്റ്റോറി. അവളോട് ആരോ ഒരാൾ കഥ പറഞ്ഞു. അവളോട് ഒരു കഥ പറഞ്ഞു എന്നാണ്. ഷി വാസ് ടോൾഡ് സംതിങ്. അവളോട് ആരോ പറഞ്ഞു എന്നാണ് അർത്ഥം. അപ്പം ഷീ ടോൾഡ് എന്ന് പറയുമ്പോൾ അവൾ പറഞ്ഞു. ഷി വാസ് ടോൾഡ് അവളോട് പറഞ്ഞു. അതാണ് ആ വ്യത്യാസം. ഇത്തരം കാര്യങ്ങൾ ഇംഗ്ലീഷിൽ വളരെ പ്രാധാന്യമുള്ളതാണ്, മലയാളത്തിൽ അത്രത്തോളമില്ല. വി ആകുമ്പം സ്വാഭാവികമായിട്ട് ഡിഡ് തന്നെയാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കുക. വി മെയ്ഡ് എ നെസ്റ്റ്. വി മെയ്ഡ് എ നെസ്റ്റ്. ഞങ്ങൾ ഒരു പക്ഷിക്ക് വേണ്ടിയോ ആർക്കോ വേണ്ടി ഒരു കൂടുണ്ടാക്കി. വി മെയ്ഡ് എ നെസ്റ്റ്. ഇവിടെ SVO. വി മെയ്ഡ് എ നെസ്റ്റ്. എ നെസ്റ്റ് was made by. വി എന്നുള്ളത് us എന്നായി മാറും. A nest was made by us. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ട്രാൻസിറ്റീവ് വേർബ് മാത്രമേ ആക്റ്റീവ് എന്നുള്ള പാസീവിലേക്ക് മാറ്റാനാവും. ട്രാൻസിറ്റീവ് വേർബ്, അതായത് കർമ്മമുള്ള ക്രിയ. കർമ്മമുള്ള ക്രിയ എന്ന് പറയുമ്പോൾ കർമ്മം, എല്ലാ ക്രിയയ്ക്കും കർമ്മമില്ല. നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കർമ്മമില്ല. ഞാൻ വാങ്ങി,
ഞാൻ വാങ്ങി, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു, എന്തു ചെയ്തു, അല്ലെങ്കിൽ ആ വേർബിനോട് നമ്മൾ എന്തിനെ, ആരിനെ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ക്രിയകളൊന്നും ട്രാൻസിറ്റീവ് വേർബ് അല്ല. അതൊക്കെ അകർമ്മക ക്രിയയാണ്, ഇൻട്രാൻസിറ്റീവ് വേർബ് ആണുള്ളത്. ഉറങ്ങി, എന്തിനെ ഉറങ്ങി, ചാടി, എന്തിനെ ചാടി, അതിനൊന്നും ഉത്തരം കിട്ടുന്നില്ല. അതൊക്കെ ഇൻട്രാൻസിറ്റീവ് വേർബ് ആണ്. ഓക്കെ, സാങ്കല്പിക കഥാപാത്രമാണ് വിഷ്ണു ലൗഡ് ചന്ദ്രിക. വിഷ്ണു ലൗഡ് ചന്ദ്രിക. വിഷ്ണുവിന് പകരം നമുക്ക് മദനൻ അല്ലെങ്കിൽ രമണൻ. രമണൻ ലൗഡ് ചന്ദ്രിക. ചങ്ങമ്പുഴേൻ്റെ രമണനാണ്. രമണൻ ലൗഡ് ചന്ദ്രിക. അപ്പോൾ ചന്ദ്രിക രമണനാൽ സ്നേഹിക്കപ്പെട്ടു എന്നാക്കി മാറ്റണം. ഇത് രമണൻ ചന്ദ്രികയെ സ്നേഹിച്ചു എന്നാണ്. അത് ചന്ദ്രിക രമണനാൽ സ്നേഹിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയാം. അപ്പോൾ ചന്ദ്രിക എന്നുള്ളത് ഓബ്ജക്റ്റും ഇത് ലൗഡ് എന്നുള്ളത് വേർബും രമണൻ എന്നുള്ളത് സബ്ജക്റ്റുമാണ്. രമണൻ ചന്ദ്രികയെ സ്നേഹിച്ചു. രമണൻ ചന്ദ്രികയെ സ്നേഹിച്ചു. ചന്ദ്രിക രമണനാൽ സ്നേഹിക്കപ്പെട്ടു. ചന്ദ്രികയ്ക്ക് നമ്മുടെ യഥാർത്ഥ കഥാപാത്രം വേറെയാണ്, പക്ഷെ നമ്മൾ പറയാം എസ് ബി ഒ പൻ. അപ്പോൾ ചന്ദ്രിക was loved by Ramanan. ചന്ദ്രിക was loved by Ramanan. അപ്പോൾ ഇവിടത്തെ പ്രാധാന്യം ചന്ദ്രികയ്ക്കാണ്, ഇവിടെ പ്രാധാന്യം രമണനാണ്, ഓബ്ജക്റ്റിനാണ്. was loved എന്നുള്ളത് വേർബും ബൈ രമൺ എന്നുള്ളത് സബ്ജക്റ്റുമാണ്. എസ് വി ഒ പാറ്റേൺ എന്ന് ഒ വി എസ് പാറ്റേണിലേക്കാണ് നമ്മൾ ഈ സെൻറ്റൻസ് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പറയുക. ഇതും നമ്മൾ ഡയറക്റ്റ് ഓബ്ജക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റും ഉൾപ്പെടുന്ന സെൻറ്റൻസുകൾ മാറ്റി പഠിക്കണം. She gave two gifts to us. Two presents to us. Two gifts to us. അപ്പോൾ ഇവിടെ നമ്മൾ ഷീ എന്നുള്ളത് സബ്ജക്റ്റും ഗേവ് എന്നുള്ളത് വേർബും ടു ഗിഫ്റ്റ്സ് എന്നുള്ളത് ഡയറക്റ്റ് ഓബ്ജക്റ്റും ഇത് ടു അസ് എന്നുള്ളത് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റുമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ആക്റ്റീവ് വോയിസ് നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ നിലവാരം സൂചിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് അത് മാറുന്നത്. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇതും രണ്ട് രീതിയിൽ നമുക്ക് മാറ്റാം. ഒന്ന് ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ, നമ്മളിപ്പോൾ പിന്നെ ആക്റ്റീവ് നിന്ന് പാസീവിലേക്ക് മാറ്റുമ്പോൾ ഡയറക്റ്റ് ഒബ്ജക്റ്റ് മാറ്റാം, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് മാറ്റാം. ഇവിടെ നമ്മൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് മാറ്റി പഠിക്കാം. We are given two gifts by her. We are given two gifts by her. ഇതേ അർത്ഥം തന്നെയാണ്, മീനിങ്ങിൽ യാതൊരു വ്യത്യാസമില്ല. ഞങ്ങൾക്ക് രണ്ട് സമ്മാനങ്ങൾ അവളാൽ നൽകപ്പെട്ടു എന്നാണ് പറയുന്നത്. രണ്ട് സമ്മാനങ്ങൾ അവൾ നൽകി എന്ന് മുകളിൽ പറയുമ്പോൾ ഞങ്ങൾക്ക് രണ്ട് സമ്മാനങ്ങൾ നൽകി എന്നുള്ളത് നമ്മൾ ആക്റ്റീവ് വോയിസ് ആണെങ്കിൽ, രണ്ട് സമ്മാനങ്ങൾ അവളാൽ നൽകപ്പെട്ടു ഞങ്ങൾക്ക് നൽകപ്പെട്ടു എന്ന് പറയുന്നത് അത് നമ്മൾ she gave two gifts to us. അത് നമ്മൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് മാറ്റുമ്പോൾ we were given two gifts. അപ്പോൾ അത് നമ്മൾ അസ് എന്നുള്ളതിന് നമ്മളിങ്ങോട്ട് വി വരുന്നു. we were given two gifts. ബൈ ആരാണ്?
by her. Okay, we were given 2 gifts by her. By her എന്നുള്ളത് വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ഇത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് നമ്മുടെ ആക്റ്റീവ് എന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ 2 gifts were given to us by her. 2 gifts were given to us by her. ഇതും നമ്മൾ ഡയറക്റ്റ് ഒബ്ജക്റ്റ് നമ്മുടെ ആക്റ്റീവ് നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ അപ്പം നമ്മൾ മനസ്സിലാവും ഓബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് V3 മീൻസ് ദ തേർഡ് ഫോം ഓഫ് ദ വേർബ്. വേർബിന്റെ മൂന്നാമത്തെ ഫോമാണ് നമ്മൾ ഉപയോഗിക്കുക. അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ് പ്ലസ് ബൈ ഏജന്റ്. ബൈ ഏജന്റ് മീൻസ് ബൈ സബ്ജക്റ്റ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇത് ഫോർമുല പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വി കൻ അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ചേഞ്ച് ആൻ ആക്റ്റീവ് വോയിസ് ഓഫ് പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് from active voice to passive voice.